എന്റെ ദൈവമേ, ഇന്നലെ എന്റെ ആദ്യ രാത്രിയായിരുന്നു. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും, ആകെ ചമ്മി നാറുമല്ല. ഞാൻ കുഞ്ഞിനെയുള്ള ശീലമായിരുന്നു ബെഡിൽ മുള്ളുന്ന ശീലം. ഇത് ഞാൻ ജനിച്ച് വളർന്നപ്പോ എന്റെ കൂടെ ആ ശീലം അങ്ങ് വളർന്നു. ഇന്നലെയും ഞാൻ ബെഡി മുള്ളി. എന്തോ ഒരു ഭാഗ്യത്തിന് അവളത് അറിഞ്ഞിട്ടില്ല. അവള് വരുന്നതിന് മുമ്പ് ഈ ബെഡ്ഷീറ്റ് മടക്കണം. ബെഡ്ഷീറ്റ് മാത്രം മടക്കിയിട്ട് കാര്യമല്ലോ, ഈ ബെഡും മടക്കണം. അതിനു മുമ്പ് റൂം ഫ്രഷർ വെച്ചിട്ട് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തേക്കാം. അരിയിട്ടില്ല മോളെ, പുട്ടുംകടല ഉണ്ടാക്കുന്ന എന്തടി? അതല്ലമ്മ, ഞാൻ ഹരിയേട്ടനെ വിളിച്ചതാ. അരി അവൻ റൂമിൽ അങ്ങനെ കാണും, ബെഡ് വല്ല മടക്കി വെക്കുമായിരിക്കും. പാവം ചെക്കൻ. ബെഡ് മടക്കണോ ഹരിയേട്ടാ? എന്താണിത്? എന്താണ്? എന്താ കയ്യില്? ഒന്നുമില്ല കയ്യില്. ഒന്നുമില്ലെന്ന്. ഞാനേ ഈ ബെഡ് മടക്കിയിരുന്നു. ബെഡ് കാലിൽ മടക്കോ? പായൊക്കെ അല്ലേ മടക്കണം? എന്റെ വീട്ടിൽ ഞാൻ പായ മടക്കും, ബെഡ് മടക്കും, വേണ്ടി വന്ന കട്ടിൽ വരെ മടക്കും. ആ സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ഞാനിപ്പോ. അതല്ലെന്ന്, എന്റെ ബെഡൊക്കെ ഞാൻ മടക്കിക്കോളാം, എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, ഒരു ഒറ്റപ്പുരടന്മാരുടെ സ്വഭാവം കാണിക്കരുത്. ഒരു കാര്യം പറയട്ടെ, ഇന്നലെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്തേ നിന്റെ കയ്യിൽ ഒന്നൊരു പയ്യൻ പിടിച്ചിട്ടില്ലേ? കരയുണ്ടായിരുന്നല്ലേ? ഏതാണ് പയ്യൻ? എന്റെ കൂട്ടുകാരൻ മനുവാണ്. കൂട്ടുകാരൻ മനു എന്താണ് നിന്റെ കയ്യിൽ പിടിക്കണത്? എന്റെ കൂടെ എട്ടിപ്പിടിച്ച മനുവാണ്. അപ്പൊ നിന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? കെട്ടിപ്പിടിച്ചെന്നല്ല, എന്റെ കൂടെ 8ാം ക്ലാസ്സിൽ പഠിച്ച മനു. എന്റെ ബെസ്റ്റിയാണ്. ബെസ്റ്റിയാണ്. ബെസ്റ്റി ആകുമ്പോ കുഴപ്പമില്ല, അവർക്ക് സിറ്റ് ഔട്ട് വഴി വരാം, അടുക്കള വഴി വരാം, ബെഡ്റൂമിൽ വരാം. ബെസ്റ്റി അല്ലേ? ഷീറ്റ് മടക്കട്ടെ. വെള്ളമായി വെള്ളം. എന്റെ അച്ചു, ഇന്നലെ രാത്രി എന്തോ ഉറക്കായിരുന്നു. ഉറക്കത്തിൽ നല്ല മഴ പെയ്തിട്ടില്ല, ഓട് പൊട്ടി വെള്ളം വീണാണ്. ഞാൻ അറിഞ്ഞില്ല. അല്ല, വാർത്ത വീട്ടിൽ എവിടുന്ന ഓട്? ശരി, അത് വാർത്ത വീട് അറിഞ്ഞല്ലേ? ഞാൻ അച്ഛൻ്റെ അടുത്ത് അന്നേ പറഞ്ഞാണ് ഓട് വീട് വേണ്ട, ഓട് വീട് വേണ്ടാന്ന്. ഈ അച്ഛന് വല്ല കാര്യം ഉണ്ടായിരുന്ന? അച്ചു, ഞാനൊരു കാര്യം പറഞ്ഞാ നീ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ല പൊന്നെ, പറ. കുഞ്ഞിലെ ബെഡി മുള്ളുവായിരുന്നു. അതിപ്പോ ഞങ്ങളുടെ വീട്ടിലെ പട്ടിമുള്ളൂന്ന്. പട്ടിമുള്ളൂന്നല്ല, ഞാൻ കുഞ്ഞിലെ ബെഡി മുള്ളുവായിരുന്നു. അപ്പൊ ചേട്ടൻ ഇന്നലെ ചറപറാന്ന് മുള്ളി. ഇല്ല, ഞാൻ നെഞ്ചത്തടിച്ചിട്ട് കരയാ. അയ്യോ, എന്റെ കെട്ടിയ പെട്ടില് മുള്ളി, എന്റെ കെട്ടിയ പെട്ടില്. ആരോടും പറയല്ലേ, എനിക്ക് നാണക്കേടാണ്, മനസ്സിലായ? ഇങ്ങോട്ട് വന്നേ. എന്താണ്? ഞാൻ ആരോടെങ്കിലും അല്ലെങ്കിൽ തന്നെ എനിക്കിതൊക്കെ ആരോടെങ്കിലും പറയാൻ കൊള്ളാമോ? പറയാൻ കൊള്ളൂല. അല്ലെങ്കിൽ തന്നെ എനിക്ക് പറയാൻ പറ്റാ. എന്റെ കെട്ടിയ പെട്ടിൽ മുള്ളിയാട്ട, എന്റെ കെട്ടിയ പെട്ടിൽ മുള്ളിയാട്ട. ഇതേ മുടക്കില്ല, കുഞ്ഞമ്മ അറിഞ്ഞ തീർന്ന്. അച്ഛന്റെ കല്യാണ ചക്കൻ വെട്ടി മുള്ളിയാണ്, അച്ഛന്റെ കല്യാണ ചക്കൻ വെട്ടി മുള്ളി. ആടെ മുഴുവനും വെട്ടിമുള്ളി പറയല, കേൾക്കുമ്പോ എന്തോ പോലെ എനിക്ക് തോന്നുന്നു. വിഷമിക്കണ്ട, ഞാൻ അങ്ങനെ വിളിക്കൂല. ഞാൻ BM എന്ന് വിളിച്ചോളാം. BM? ആ വെട്ടിമുള്ളി ഷോർട്ടാക്കിട്ട്. അത് കുഴപ്പമില്ല, നമുക്ക് കേൾക്കാനൊരു സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. എന്റെ ഫോൺ ബെല്ലടിച്ച ഫോണാണത്. അത് എടുക്കത്. ഹലോ, അച്ഛ എവിടെ എത്തി? ഞങ്ങള് ഇന്ന് അടുക്കള കാണാൻ വരും കേട്ടോടാ. എപ്പോഴാ അച്ഛ വന്നത്? ഞങ്ങൾ ഇത് അലമാര മേടിക്കാൻ നിൽക്കുന്നു. അയ്യോ അച്ഛ, അലമാര മേടിക്കണ്ട. എന്താ അച്ഛ, എനിക്ക് പകരം ഒരു ലോഡ് സ്നാക്കി മതി. നീ ഫോൺ കട്ടിയതാ? നീ ഇത് ആരോടും പറയുന്നത് ഇപ്പൊ അച്ഛനെ വിളിച്ച് പറയണോ? ഞാൻ അച്ഛനോട് പറയൂല പൊന്നെ. ഇതുണ്ടല്ലോ, ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ ടെൻഷൻ അടിച്ച് ജീവിക്കണം. ഇത് നീ ആരോടെങ്കിലും പറയുന്നു വിചാരിച്ചിട്ട്. എന്തിനാ ചേട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? ഇതിനൊക്കെ കാരണവർ എന്തൊക്കെ പോകാൻ വഴി കണ്ടുവച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഏതെങ്കിലും പിള്ളേരും മുള്ളുമ്പോ അവര് കിടക്കണ ബെഡിന്റെ പഴടിയിൽ കുറച്ച് നെൽമണി വന്നു, അപ്പൊ അത് മാറും. അതൊന്ന് പൊക്കി നോക്കിക്കേ. അങ്ങനെ മുള്ളാണ്ടിരിക്കാൻ വേണ്ടിട്ട് അമ്മ നെൽമണിട്ടാണ്. ഇപ്പൊ അത് കൊയ്യാനായി. കൊയ്ത്തുകാര് വരണ്ടേ? പിന്നെ അച്ചു, എന്നെ നാണം കെടുത്തരുത്, ആരോടും പറയല്ലേ ഏട്ടാ. അറിയൂല. ഇവിടെ വേണ്ട, ഞാൻ നിന്നോളാം. ശരിയാ, നിക്കണ നല്ലത്. പിന്നെ അച്ചു, ഞാൻ പല്ലേച്ചിട്ടില്ലായിരുന്നു. ഉമ്മ തേക്കാത്ത പല്ലൊന്നും എനിക്ക് വേണ്ട. ഉമ്മ തേക്കാത്ത പല്ല? പല്ലേക്കാത്ത ഉമ്മയെന്ന് എനിക്ക് വേണ്ട. അയ്യോ, ഞാൻ ഉമ്മ തരാനല്ല, പല്ലേച്ചില്ലായിരുന്നു. അപ്പൊ പേസ്റ്റ് ഒന്ന് എടുത്തരാവാ. ചേട്ടൻ കല്യാണത്തിന് ഒരുങ്ങണതിന്റെ ഇടയിൽ എവിടെ ചേട്ടാ പല്ല് തേക്കാൻ നേരം? ഒന്നുമില്ല, അതൊക്കെ വിടുങ്ങ വന്നേ. എന്താണ്? നമ്മുടെ കല്യാണത്തിന് സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുപോലൊരു എന്റെ ചിറ്റപ്പനുണ്ടാക്കിയ സദ്യയാണ്. നാരങ്ങക്കാര് അടിപൊളിയായിരുന്നു. കൂട്ടുകാരെ എങ്ങനെ ഉണ്ടായത്? ഇപ്പൊ ഞാൻ എങ്ങനെ എന്ത് മൗത്തോക്കി പറഞ്ഞ കുഴപ്പമില്ല. കവളത്ത് മറുകുണ്ടായിരുന്ന കൂട്ടുകാരി അടിപൊളിയായിരുന്നു. മറ്റേ നെരുന്ത് പോലും കൂട്ടുകാരി കൊള്ളുലാരാണത്.
കൂട്ടുകാരി അടിപൊളിയായിരുന്നു കേട്ടാ. ഇപ്പൊ തന്നെ പച്ച തെറി കേൾക്കേണ്ടി വന്നാണ്. കോട്ടിങ്ങ് വന്നേ. എന്താടി? സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? എന്നോട് സത്യം പറയണം. സത്യം പറ. ചേട്ടന് കല്യാണത്തിനും പോലെ പ്രേമുണ്ടായിരുന്ന? ഇതെല്ലാ ഭാര്യമാരും കല്യാണം കഴിഞ്ഞ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്. പ്രേമുണ്ട്. അത് വിട്, അത് വേണ്ട, ചോദിക്കേണ്ടത്. ചേട്ടൻ പറയുന്നത് നമ്മൾ തമ്മിൽ ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. അതാണ് ഞാൻ എന്റെ മോഹൻ ഇത് എങ്ങനെ ഇപ്പൊ പറയാം? ഞാൻ ഇതിന്റെ പേരിൽ വഴക്കിടൂല. സത്യം വഴക്കിടൂലല്ലോ. ഇല്ല. അങ്ങനെ ഒരു പണി ചെയ്യാം. ആ, ഈ ഇരിക്കുന്ന ബക്കറ്റാണ് ഞാൻ. ആ. ഇതിലെ വെള്ളമാണ് എന്റെ കാമുകിമാര്. ആ. ഞാൻ എത്ര തുള്ളി വെള്ളം ഒഴിക്കുന്നു അത്രയും കാമുകിമാര് മാത്രമേ എനിക്കുള്ളൂ കേട്ടാ. ആ, ശരി. നോക്കോ, ഇത് സിന്ധു, ആ. ഇത് ദീപ്തി, ഇത് ലക്ഷ്മി. ആ. 3 തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചു. 3 കാമുകിമാരെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആ. ഇതേ ചോദ്യം ഞാൻ തിരിച്ച് അച്ഛനോട് ചോദിക്കട്ടെ. ആ. അച്ഛന് എത്ര കാമുകമാരുണ്ടായിരുന്നു? ഞാനിപ്പോ കാണിച്ച പോലെ കാണിച്ചാൽ മതി. ആണോ? ആ. അമ്മ, അമ്മ ഓട്ടറിന്റെ സ്വിച്ച് ഇട്ടേ. അതെന്തിനാണ്? അല്ല, കിണറ്റിലെ വെള്ളം പറ്റിക്കണം. അമ്പടാ, അപ്പൊ നിനക്ക് അത്രയും കാമുകമാരുണ്ടായിരുന്ന? നീ എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നു, ചതിച്ചാണ്, വഞ്ചിക്കാണ് നീ. അയ്യടാ, നിങ്ങളല്ലേ പറ്റിച്ച? നിങ്ങൾ ബെഡിൽ വീണ കാര്യമൊക്കെ മറച്ചു വെച്ച് എന്റെ തലയിൽ നിങ്ങളെ കൊണ്ടു കെട്ടി വെച്ച് ഞങ്ങളുടെ കുടുംബക്കാരെ നിങ്ങളാണ് പറ്റിച്ചത്. കാമുകന്മാരുടെ കാര്യം പറയണ്ട. ഈ വെഡിമുള്ളിന്നും വിളിക്കണ്ട കേട്ടാ. അച്ഛൻ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഫ്രണ്ട് ആയിരിക്കണം, അമ്മയായിരിക്കണം. ഓ. ഇന്ന് മുതൽ നീ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറണം, മനസ്സിലായോ? ശരി, ശരി. പല്ലേച്ചടാ. നീ പല്ലേച്ചടാ. 10-15 മണി നട്ടുച്ചാരം കിടന്നുറങ്ങിയിട്ട് വലിയ വർത്താനം പറഞ്ഞു. എന്താണ് പല്ലേക്കാത്തത്? എന്താണ് ഇങ്ങനെ കാണിക്കണത്? എന്റെ അമ്മച്ചേക്ക അങ്ങനെ പല്ലേച്ചില്ലെങ്കിൽ തല്ലി. അമ്മ വേണ്ടട്ടാ. ഫ്രണ്ട് മതി, ഫ്രണ്ട് മതി, ആണോ? ഫ്രണ്ട് മതി. അളിയാ ഏ? ഹരി, ഏ? 11 മണിയായി. 11 നീ ഇപ്പൊ ഷെയറിട്ടാ ഞാൻ പോയി സാധനം മേടിക്കും. ഉച്ചയ്ക്ക് അടിച്ചിട്ട് മാറിക്കിടന്ന് ഉറങ്ങാം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റക്കടിക്കും, നിനക്ക് സാധനം തരൂല. ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഫ്രണ്ട് ആയിരിക്കണമെന്ന് പറഞ്ഞു. ഫ്രണ്ട് വേണ്ടട്ടാ. ഭാര്യ ഭാര്യയായിട്ട് ഇരുന്നാ മതി. ആ, അച്ചു, ഞാനൊരു കാര്യം ചെയ്യട്ടെ. പറ. ഇപ്പൊ ഞാൻ എങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞു, എന്റെ വാപത്തിട്ട് നീ ആൾ മിണ്ടാണ്ടിരിക്കുന്ന കാര്യം പറ. നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര സമയമുള്ള ചേട്ടൻ എങ്ങനെ തോന്നി ചേട്ടാ ഇങ്ങനെ ചോദിക്കാൻ? ചോദിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒന്ന് കയറിയ പെണ്ണ കരയിപ്പിച്ചില്ല ഞാനിപ്പോ. അച്ചു, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണല്ലേ? അയ്യോ, അതുകൊണ്ടല്ല. ഇപ്പൊ തന്നെ ഈ കല്യാണം നടത്തിട്ട് എന്റെ 5 ലക്ഷം രൂപ കടത്തിലാണ്. എങ്ങനെ വന്നാലും 2-3 കൊല്ലം പിടിക്കുക കടം തീരാൻ. ആ ഒരു ഗ്യാപ്പില്ലെങ്കിൽ നേരത്തെ എനിക്ക് കിട്ടായിരുന്നു. അത് ശരി. അപ്പൊ വേറെ കെട്ടാൻ പറ്റാത്തതിന്റെ സങ്കടം കൊണ്ട് കാരണമാണത്. അതെ, നിന്റെ മൂത്ത ആങ്ങളല്ലേ പഞ്ചായത്ത് മെമ്പർ, അതിങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ BM ആണെന്നുള്ള കാര്യം അളിയന്റെ അടുത്ത് ഒരു കാരണവശാലും പറയരുത്. അയ്യോ, അല്ലെങ്കിൽ തന്നെ പറയാൻ പറ്റിയ കാര്യമുള്ളത്. പറയരുത്, അതുകൊണ്ടാണ് പറഞ്ഞേട്ടാ. അത് തന്നെ. ആ വന്ന 209 തെങ്ങും തൈ സുജാതയുടെ വീട്ടിൽ പോയി. ആ 250 കോഴിക്കുഞ്ഞും സുജാതയുടെ വീട്ടിൽ പോയി. 2 കോഴിക്കൂടല്ലേ, അതും കൂടെ സുജാതയുടെ വീട്ടിൽ പോയി. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം സുജാത വീട്ടിൽ വെക്കാനല്ല പറഞ്ഞത്? ഏതാണ് സുജാത? എന്റെ ചേട്ടത്തിയമ്മ, ചേട്ടന്റെ ഭാര്യ. അപ്പൊ നിങ്ങളുടെ വീടാണ് നാട്ടിലെ പഞ്ചായത്തല്ലേ? ആ സാധനം മാത്രം വീട്ടിൽ കയറ്റരുത്. പഠനോപകരണം അത് അറിയാവുന്നവർ കൊല്ലം കൊണ്ട് കൊടുക്ക്. അതിനകത്ത് ഒരുത്തന്നെ എഴുത്തുമാനെ അറിയത്തില്ല സുജാതയുടെ വീട്ടില്. ആ ശരി. ശരി. പെങ്ങളെ, ഇതകത്തോട്ട് പോയി. എന്ത് കാര്യത്തിന് ചേട്ടാ കൈ കാശില്ലാത്ത സമയത്ത് ഇതൊക്കെ മേടിച്ചോണ്ട് വന്ന്? ആര് മേടിച്ചോണ്ട് വന്നു? പിന്നെ പലഹാരം മേടിച്ചില്ലേ? പലഹാരമല്ലെന്ന്, ഇത് നിന്റെ നാത്തു തന്നു വിട്ട. ഇത് കല്യാണം കഴിഞ്ഞ വീടല്ലേ, അപ്പൊ പോകുമ്പോ ഇത് ഫില്ല് ചെയ്ത് തന്നു വിടാൻ പറ്റായിരുന്നു. ഇതൊക്കെ അവള് എട്ടത്തില്ല വീട്ടിൽ, അറിയാലോ. ആ, കല്യാണം കഴിഞ്ഞിട്ട് എന്തുണ്ട്? എന്റെ ചേട്ടാ, ബാക്കി വന്ന പായസോ സകല സാധനങ്ങൾ നാട്ടുകാർ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി. പിന്നെ ഇപ്പൊ ഈ സമയത്ത് കയറി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആരുടെ അവിടെ എന്തെടുത്തിട്ട് തരാനാണ്? നിന്റെ തർക്കുത്തരം ഇതുവരെ തീർന്നില്ലല്ലേ? ഇതുപോലെ ആളിയന്റെ അടുത്ത് നീ പറയുന്നത് ഇങ്ങോട്ട് പറിക്കപ്പോ ഒന്നും തോന്നരുത്. ഇല്ല. പെങ്ങളുടെ സ്വഭാവം എങ്ങനെയുണ്ട്? ഓ, ഇതുപോലെ അടക്കം. എന്തൊരു അടക്കുതുക്കെന്ന് അറിയാമോ? കമാന്നൊരു അക്ഷരം മിണ്ടല്ലേ. ഇനിയിപ്പോ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഈ റൂം വിട്ടത് പുറത്തു പോലെ അതുപോലെ ഒരു പെണ്ണ്. അതുപോലെയാണ് ഞങ്ങൾ അവിടെ വളർത്തിയത്. ഞാൻ പറഞ്ഞാ കേൾക്കും, പക്ഷെ അനുസരിക്കുകയല്ല. ഒരു ഉപദേശമാണെന്ന് കരുതരുത്. പറഞ്ഞോളിയാ. അളിയ ഈ കല്യാണം കഴിച്ച പെണ്ണും നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന ഗ്യാസ് കുറ്റി ഒരുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ അളിയാ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടല്ലോ. ഞാൻ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാനും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. അല്ല, പല ആൾക്കാരുടെയും പേര് എനിക്ക് ഇപ്പോഴും എന്റെ മെമ്മറി നിൽക്കണില്ലേ. അളിയന്റെ പേര് പോലും ഞാൻ മറന്നുപോയി. എന്താണ് അളിയന്റെ പേര്? അനിയൻകുട്ടി. ഇനി ഞാൻ മറക്കല. അനിയൻകുട്ടി. അളിയനെങ്ങനുണ്ട്? ഒന്നും പറയണ്ട ചേട്ടാ, ശരിക്കും കാര്യമായിട്ടല്ലേ കൊച്ചു പിള്ളേരുടെ സ്വഭാവം. ഇന്ന് തന്നെ ഇപ്പൊ രാവിലെ ബെഡില്
ബെഡ് വേറെ വേണം. ബെഡ് വേറെ വേണം. അതല്ലല്ല, രാവിലെ രാവിലെ ഇന്ന് രാവിലെ രാവിലെ നേരം വെളുത്ത് ബാക്കി പറ. നേരം വെളുത്തിട്ട് നേരം വെളുത്തിട്ട് ഇവിടെ ബ്രെഡും ജാമും ഇരുന്നാണ് പറഞ്ഞത്. നല്ല ഭക്ഷണമല്ലേ അത്? ഞാനും വീട്ടിലും അതുപോലെ തന്നെയാണ്. ഓംലേറ്റും ബ്രെഡും. ഓംലെറ്റാ ഇങ്ങനെ വറക്കുന്നില്ലേ മുട്ട? അത് ഓംലെറ്റ്. അതെ, മാമ വന്നിട്ട് പോയായിരുന്നാ? മാമന്റെ കാര്യം മാത്രം എന്റെ മിണ്ടരുത്. എന്തേട്ടാ? അയാള് മൂക്കോട്ട കയറി നിന്നിട്ട് അയാൾ അവിടെ കിടന്ന കുശുമ്പും കുന്നാമയും ഒക്കെ പറഞ്ഞോണ്ടിരിക്കുക. അയാള് നമ്മുടെ വീട്ടുകാരോട് കാണിച്ച ആവണക്കണ്ണയില്ലേ അടി? അവണക്കണ്ണേ അവണക്കണ്ണ അവണക്കണ്ണേ അവണക്കണ്ണ ഗണപതി ജനപതി കണക്കണ്ണ ഗണപതി ഭഗവാനേ. ഒരു പാട്ടിനോട് കാണിക്കുന്ന അവഗണന കണ്ടേ. ആ അവഗണന അത് മാമൻ കാണിച്ചു. അളിയാ ഒരു കാര്യം ആലോചിക്കണം. ആ മാമൻ ആലോചിക്കേണ്ടത് ഞാൻ ആ പഞ്ചായത്തിലെ ഒരു ജമ്പറല്ലേ? ജമ്പറാ പ്ലംബറാ എടി, ഇതുപോലൊരു മെമ്പർ നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെ വന്നടി? ആ അതാ പറഞ്ഞ ഈ പറഞ്ഞ സാധനം തന്നെ. അതെ, നിങ്ങളോട് രണ്ടുപേരോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. എന്തേട്ടാ? ഇത്രയും നാളായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കൊരു അസുഖമുണ്ട്. അയ്യോ, എന്താണ്? അതായത് രാത്രി ഉറക്കത്തിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അതൊരു അസുഖമല്ല അളിയാ. പിന്നെ? അതിന്റെ പേരാണ് ഒരു തരം തരിപ്പ്. അത് മാറാനുള്ള കിടുക്ക സാധനം എന്റെ ഉണ്ട്. പുളിവടി വെട്ടിയിട്ട് ചൂടാക്കി മുതുകിന് അറഞ്ചാൻ പുറച്ചാൻ തന്നാ ഈ തരിപ്പങ്ങ് മാറും. കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയപ്പോഴും പോയി. അതെ, ഫോൺ കിടന്ന് തരിക്കുന്നുണ്ടല്ലോ. എന്താണിത്? എന്റെ പൊന്നെ, തരിപ്പ് ഓർമ്മ വന്നാ. ആ എന്തേ വെളിച്ചപ്പാട് തുള്ളിപ്പോയാ? എന്താണ്? എന്താണിയാ എന്താ പറഞ്ഞെന്താ? അമ്പലത്തിൽ നിന്ന് വെളിച്ചപ്പാട് തുള്ളിപ്പോയെന്ന്. വെളിച്ചപ്പാട് പിന്നെ ഇഴഞ്ഞു പോവല്ലോ. വെളിച്ചായപ്പോ മുള്ളിപ്പോന്ന ഞാൻ കേട്ടത്. ഒരു കാര്യം ചെയ്യും. ആ കുട്ടികൾ കിടന്ന് മുള്ളുമ്പോഴേ നനയാത്ത ബെഡ് ഉണ്ടല്ലോ 250 അത് സുജാതയുടെ വീട്ടിലെടുത്ത് വെച്ചേ. ആ ശരി ശരി ശരി. ചേട്ടാ, ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ബെഡില്ലേ, അത് 5-6 എനിക്ക് തരുമോ? നിനക്കെന്തിനാ അത്? എനിക്കിവിടെ വേണം, അത്യാവശ്യമുണ്ട്. എടി നിനക്ക് കുട്ടികളായില്ലല്ലോ. എനിക്ക് നാളെ കുട്ടികളാവൂലേ? നേരത്തെ അങ്ങനത്തെ ഒരു 5-6 കൊടുത്തേക്ക്, ഇവിടെ ആവശ്യമുണ്ട്. എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിട്ടാണ്. അത് ഞാൻ കൊടുത്തേക്കാം. അല്ല, ചേട്ടൻ എന്താ വന്നേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇന്ന് മറ്റേ ആലപ്പുഴ മാമന്റെ വീട്ടിൽ പോണ്ടേ വിരുന്നിന്? ഏത് മാമന്റെ? ചിത്തമാമൻ. എടി, പോവാണെങ്കിൽ ഏതെങ്കിലും നല്ല മാമന്റെ വീട്ടിൽ പോകും. എന്തിനാ ചീത്ത മാമന്റെ വീട്ടിൽ പോകുന്നത്? ചീത്തമാമൻ അല്ലെന്ന്, ചിത്തമാമൻ, ചിത്തരഞ്ജൻ ആലപ്പുഴ, പുള്ളിയുടെ വീട്ടിലാണ് പോകുന്നത്. ആ പിന്നെ ദേ മാമൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മൾ 3 പേരും കൂടെ അവിടെ ചെല്ലണം, ഭക്ഷണം കഴിക്കണം. അന്ന് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് നാളെ പോവാം. അത് മതി. മാമന്റെ വീട്ടിൽ പോണൊക്കെ കൊള്ളാം, ഭക്ഷണം കഴിക്കണേ ഓക്കെ. പക്ഷെ അവിടെ കിടക്കാൻ പറ്റൂല. കിടക്കാൻ പറ്റില്ല, പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ ആളിയം പറഞ്ഞത് വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കണ്ട. അതൊന്നുമല്ല. അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ. നീ പറയടി, എന്താ പ്രശ്നം? ആര് പറഞ്ഞു? നിന്റെ കണ്ടറിയാം. എടി, എനിക്ക് നിന്നെ കൊച്ചിലോട്ട് അറിയാം. എന്തൊരു മാറ്റം വന്നാൽ എനിക്ക് അറിയാൻ പറ്റും. നീ കാര്യം പറ. ഒന്നും വന്ന ചേട്ടാ, നീ കാര്യം പറയടി. ഹലോ, സുജാതയുടെ വീട്ടിൽ ഇപ്പൊ ഇറക്കി വെച്ച ബെഡില്ലേ കിടന്ന് മുള്ളുമ്പം തന്നെയാത്ത, അത് അളിയന്റെ വീട്ടിൽ അടുക്കി 250. എന്തു വളിയത്? കൊന്നത്തെങ്ങ് പോലെ വളർന്നല്ലോ അളിയാ. എന്നിട്ടും സ്ഥിരമുണ്ടോ ഇത്? ശനി ഞായറും ഇല്ല. ശനി ഞായർ അവധി എടുക്കാൻ ഇതെന്താ സർക്കാർ ജീവനാണോ? ഇപ്പെടുക്കും അങ്ങനല്ലെന്നേ. പിന്നെ ഞാൻ എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോണ്ടല്ലോ, ഈ മഴയാണ് സ്വപ്നം കാണുന്നത്. ഈ മഴ സ്വപ്നം കണ്ട് അറിയാണ്ട് ചറപറാന്ന് പറഞ്ഞ പോകുന്നേ. അളിയ നീ മഴ ചെറുപറാന്ന് സ്വപ്നം കണ്ട് പോകുന്നോണ്ടാ പോകുന്നത്. ഞാൻ കാണുന്ന കണക്ക് ചെടി നനക്കുന്ന കണക്ക് കാണും. നൂൽ വണ്ണത്തിലേ പോകും. ശനി ഞായറില്ലേ? എല്ലാ ദിവസവും ഡെയിലി. അപ്പൊ എന്റെ അളിയനും എന്നെ പോലെ PM ആണ്. അളിയാ വന്നത് വന്ന്, നിന്നത് നിന്ന്, പോയത് പോട്ടളിയാ.